ഈ നമ്മളിപ്പോ ഈ ബുക്സിൽ കാണിക്കുന്ന ഡിപ്രീസിയേഷനും ഇൻകം ടാക്സിൽ വരുന്ന ഡിപ്രീസിയേഷനും സെയിം തന്നെയാണോ? അതില് നമ്മൾ ഏത് എൻറ്റിറ്റി മോഡലാണ്, നമ്മൾ ഏത് എൻറ്റിറ്റി ആണെന്ന് അനുസരിച്ചിരിക്കും അത്. നമ്മളിപ്പോൾ ഒരു പ്രൊപ്പറേറ്റർ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു ആക്ട് ഇല്ല അവിടെ ബുക്സിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു കമ്പനിയാണെന്ന് വിചാരിക്കും, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് വിചാരിക്കും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം അവിടെ വേറൊരു തരത്തിലാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. അവിടെ യൂസ്ഫുൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു തരത്തിലാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഡിപ്രീസിയേഷൻ ഉണ്ടല്ലോ, അതും ഇൻകം ടാക്സിൽ കാണുന്ന ഡിപ്രീസിയേഷന് വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് കമ്പനീസ് ആക്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ നമ്മൾ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂണിറ്റ്സുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള എൻ്റർപ്രൈസസിന് മാത്രമാണ് ഈ ഒരു വ്യത്യാസം വരുള്ളൂ. അതർവൈസ് നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആണ്, പാർട്ട്ണർഷിപ്പ് ഫേം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വേറൊരു ഡിപ്രീസിയേഷൻ ചാർട്ടൊന്നുമില്ല, റേറ്റ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഡിപ്രീസിയേഷൻ തന്നെ നമ്മൾ ഫോളോ ചെയ്യാം.